അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 30-ഡേ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഡേ 2യുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ ദാറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് എഫേർട്ട്ഫുൾ ഈസ് നോൺ ആസ് ഫാർ റോഡ് ട്രാൻസ്ഫർ, ഹൈ റോഡ് ട്രാൻസ്ഫർ, നിയർ റോഡ് ട്രാൻസ്ഫർ ആൻഡ് ലോ റോഡ് ട്രാൻസ്ഫർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആൻസർ അറിയുന്നവർ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഏരിയയാണ് ഇത്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ നോളേജും സ്കിൽസും ഒക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്, എന്തൊക്കെ മെത്തേഡാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നിയർ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. നിയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ലേൺഡ് സ്കിൽസ് ഓർ നോളേജ് ടു സിറ്റുവേഷൻസ് ദാറ്റ് ആർ വെരി സിമിലർ ടു ദ ഒറിജിനൽ ലേണിംഗ് കോണ്ടെക്സ്റ്റ്. നമ്മളെ ലേണിംഗ് കോണ്ടെക്സ്റ്റിനോട് ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സ്കിൽസും നോളേജും ഒക്കെ ട്രാൻസ്ഫർ ആവുക എന്നുള്ളതാണ് നിയർ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു ലേണിംഗ് കോണ്ടെക്സ്റ്റിന് അതേപോലെയുള്ള മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് നോളേജും സ്കിൽസും ഒക്കെ ട്രാൻസ്ഫർ ആവുക എന്നുള്ളതിൻ്റെ പേരാണ് നിയർ ട്രാൻസ്ഫർ എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹൗ ടു യൂസ് വൺ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഈസിലി അപ്ലൈയിങ് ദോസ് സ്കിൽസ് ടു അനദർ സിമിലർ പ്രോഗ്രാം. നമ്മളൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം അതേപോലെയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ, അതുപോലെയുള്ള മറ്റൊരു സിമിലർ പ്രോഗ്രാം എങ്ങനെയാണ് ആ ഒരു സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്, അതാണ് നിയർ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് ഫാർ ട്രാൻസ്ഫർ. എന്തായിരിക്കും ഫാർ ട്രാൻസ്ഫർ എന്നുള്ളത്? ആപ്ലിക്കേഷൻ ഓഫ് ലേൺഡ് സ്കിൽസ് ഓർ നോളേജ് ടു സിറ്റുവേഷൻസ് ദാറ്റ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിനൽ ലേണിംഗ് കോണ്ടെക്സ്റ്റ്. ഒറിജിനൽ ലേണിംഗ് കോണ്ടെക്സ്റ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഈ സ്കിൽസോ നോളേജോ ഒക്കെ ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ പേരാണ് ഫാർ ട്രാൻസ്ഫർ എന്നുള്ളത്. മനസ്സിലാക്കുക ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നെന്ന് പറയുന്നത് എൻറ്റയർലി സെയിം സിറ്റുവേഷൻ ആയിരുന്നു, ഒറിജിനൽ കോണ്ടെക്സ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ വെരി സിമിലർ ടു ഒറിജിനൽ കോണ്ടെക്സ്റ്റ് ആയിരുന്നു നിയർ ട്രാൻസ്ഫർ എന്നുള്ളത്. പക്ഷേ ഫാർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് സ്കിൽസോ നോളേജോ ഒക്കെ ട്രാൻസ്ഫർ ആവുന്നതാണ് ഫാർ ട്രാൻസ്ഫർ എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലേണിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ എ ഫിലോസഫി ക്ലാസ് ആൻഡ് അപ്ലൈയിങ് ഇറ്റ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ്. ഫിലോസഫി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാണ്, അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതാണ് ഫാർ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ട്രാൻസ്ഫർ ആയിട്ട് പറയുന്നതാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. ഹൈ റോഡ് ട്രാൻസ്ഫർ ഡെലിബറേറ്റ് ആൻഡ് മൈൻഡ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് നോളേജ് ഓർ സ്കിൽസ് ടു ന്യൂ ആൻഡ് വേരിയഡ് സിറ്റുവേഷൻസ്. ഒരു ന്യൂ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ്, ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാണ് നോളേജോ സ്കിൽസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. ഡെലിബറേറ്റ് ആയിട്ടുള്ള മൈൻഡ്ഫുൾ ആക്ടിവിറ്റിയാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്റ്റുഡൻസ് ഹു ലേൺ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കോൺഷ്യസ്ലി അപ്ലൈസ് ദം ടു കോഡിംഗ് ചലഞ്ചസ്. മാത്സിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി കോഡിങ്ങിലേക്ക് കോൺഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്തൊരു ട്രാൻസ്ഫറാണ് ലോ റോഡ് ട്രാൻസ്ഫർ. ലോ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് ആൻഡ് അൺകോൺഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് ലേൺഡ് സ്കിൽസ് ഓർ നോളേജ് ടു എ ന്യൂ സിറ്റുവേഷൻ. പുതിയൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ്, അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലോ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. സോ ഓർത്തിരിക്കുക ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്, ഹൈ റോഡ് എന്നുള്ളത് ഡെലിബറേറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ലോ റോഡ് ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡ്രൈവിംഗ് എ കാർ ഇൻ വൺ സിറ്റി ആൻഡ് സീംലെസ്ലി ഡ്രൈവിംഗ് ഇൻ അനദർ വിത്തൗട്ട് നീഡിങ് കോൺഷ്യസ് അഡാപ്റ്റേഷൻ. നമ്മളൊരു സിറ്റിയിൽ കാർ ഡ്രൈവ് ചെയ്യുന്നത് മറ്റൊരു സിറ്റിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് നോളേജ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് സ്കില്ലാണ് ലോ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. ഇതാണ് 4 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് നോളേജ് ഓർ സ്കില്ല്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ ദാറ്റ് ഈസ് കോൺഷ്യസ് ആൻഡ് എഫേർട്ട്ഫുൾ ഈസ് നോൺ ആസ്
എന്തായിരിക്കും? കോൺഷ്യസ് ആയിട്ട് എഫേർട്ട്ഫുൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് ലേണിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പേര് എന്തായിരുന്നു പറഞ്ഞത്? അതെ, ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്ഫർ ഓഫ് നോളേജ് എന്ന് പറയുന്നത്. ഹൈ റോഡ് ട്രാൻസ്ഫർ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. When students who have learned to type on a typewriter transfer the skills to typing on a computer keyboard is an example of learning. എന്ത് ചെയ്യാണ്? സ്റ്റുഡൻസ് ഒരു ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ചത് ഒരു കീബോർഡിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇത് എന്ത് ടൈപ്പ് എക്സാമ്പിൾ ആയിരുന്നു? ഏത് ലേണിംഗ് എക്സാമ്പിൾ ആയിരുന്നു അത്? അതേപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എന്തായിരുന്നു? നിയർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിയർ ട്രാൻസ്ഫർ എന്നുള്ളത് അതേപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിയർ ട്രാൻസ്ഫർ എന്നുള്ളത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഫാർ ട്രാൻസ്ഫർ എന്നുള്ളത്. കോൺഷ്യസ്ലി എഫേർട്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ് ലോ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത്. ഇതാണ് 4 ടൈപ്പ് ട്രാൻസ്ഫർ ഓഫ് നോളേജ്. സോ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പേപ്പർ 1 ബന്ധപ്പെട്ട് ലേണിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഓഫ് ആൻ അൺകോൺഷ്യസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ടു അനദർ സിറ്റുവേഷൻ ഈസ് നോൺ ആസ്. ഓട്ടോമാറ്റിക് ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്തായിരുന്നു? എന്ത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആയിരുന്നു? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അതാണ് ലോ റോഡ് ട്രാൻസ്ഫർ എന്നുള്ള ട്രാൻസ്ഫർ ഓഫ് നോളേജ്. ഇതാണ് ട്രാൻസ്ഫർ ഓഫ് നോളേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്.